നമ്മൾ ഈ പരീദ ദർഗ ചരിത്രങ്ങളൊക്കെ എന്താണ്? ചരിത്രങ്ങൾ പറഞ്ഞാൽ ഈ പല ജനറേഷൻ മുമ്പ് ഉള്ള ഒരു ദർഗമാണ്. ഇത് ആദ്യം വന്നിട്ട് ഇവിടെ ഒരു തിട്ട് പോലെ വെറും ഒരു നിലപ്പറപ്പ് പോലെ ഉണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ഒരു മരം ഉണ്ടായിരുന്നു. അതൊരു ഔഷധ മരമാണ്. അപ്പോൾ ആ പുള്ളി പരിഗതിയ വന്നിട്ട് അവിടെ വിശ്രമം കൊണ്ടിട്ട് വരുന്നവർക്ക് ഒക്കെ മെഡിസിനായിട്ട് ഔഷധമൊക്കെ കൊടുത്തിട്ട് എല്ലാ സൂക്കായിട്ടും മരുന്നൊക്കെ കൊടുത്തിട്ട് അതൊക്കെ നല്ല ഭേദം സിയാർത്തൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഏർവാടി പോണവരെ ഇത് എല്ലാ ദർഗയ്ക്ക് പോണവർക്ക് ആ വലിയ അത് ഹൈവേ ആണ്. ഏർവാടി മെയിൻ റോഡാണ്. അത് സ്ഥലം ഇത് കൊളിഞ്ചാമ്പാറ മെയിൻ ബജാറാണ്. അതിൽ സെൻട്രലിലാണ് ഈ പള്ളി ഈ ദർഗ ഉള്ളത്. കറാമത്തുകളൊക്കെ ഉണ്ട് അല്ലേ? ഉഷാറാണ്. നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞാൽ ഇത് നല്ല ഒരു സത്യസന്ധമായ ഒരു വെളിയുള്ളതാണ്. എല്ലാവർക്കും ഒരു വിശ്വാസം നല്ല രീതിയിൽ കിട്ടേണ്ട പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. പള്ളി ഇത് വന്ന് കൊഴിഞ്ഞാമ്പറ ഹനബി ജമാഅത്ത് പള്ളിവാസിൽ പെട്ടതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ജാർത്ത് ചെയ്യണം. എന്തെങ്കിലും രൂപ എടുക്കാൻ മാത്രമേ. എപ്പോഴാണ് ഓപ്പൺ ആക്കുക? മഗ്‌രിബിന്റെ സമയത്താണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓപ്പൺ ആക്കുമോ? ഇത് എല്ലാ ദിവസവും ഉണ്ട്. അതായത് എല്ലാ ദിവസവും പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അതിർത്ത് വരും. പിന്നെ ഇവിടെ എല്ലാവർക്കും ഊതാണോ പിടിക്കാനോ എന്തെങ്കിലും മന്ത്രിക്കാൻ വെള്ളം മന്ത്രിക്കാൻ അതൊക്കെ നടക്കും. അതായത് അന്യമതസ്ഥപ്പെട്ട ആളുകളൊക്കെ വന്ന് മന്ത്രിക്കാരൊക്കെ വരാറുണ്ട് ഉസ്താദിനടുത്തേക്ക്? വരുന്നുണ്ട്. അതുപോലെ കാലത്ത് തന്നെ സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ടും ഉസ്താദ് ഇവിടെ വന്നിട്ട് ഫാത്തിഹ ഓതിക്കൾ കാലത്ത് നേരത്തെ വന്നവർക്കുണ്ട്. അതേപോലെ മഗ്‌രിബ് നിസ്കാരത്തിന് വിശേഷമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ ഉസ്താദ് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ചടങ്ങെന്തെങ്കിലും ചെയ്തു കൊടുക്കും. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് പള്ളിയിൽ ദുആ ഉണ്ടോ? ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടോ? അതായത് അങ്ങനെയല്ല, വ്യാഴാഴ്ചയാണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച റവ്, അതായത് വെള്ളിയാഴ്ച റവ്വില് അതെ. അപ്പോൾ അത് വന്നിട്ട് എല്ലാവരും വന്നിട്ട് എല്ലാവരും വന്നിട്ട് ദുആ എടുക്കും. പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ മഹാൻ കടക്കുന്നത് ഇവിടെയല്ല, മൂപ്പര് വിശ്രമിച്ച സ്ഥലമാണിത്. വിശ്രമിച്ച സ്ഥലമാണ്. മൂപ്പറിന്റെ ജാറ് വന്നിട്ട് കൊച്ചിൻ, എറണാകുളം കൊച്ചിൻ ഇല്ലേ, ഫോർട്ട് കൊച്ചിൻ. അവിടെ കടൽ കായലില്ല, അതിനൊരു സൈഡിലാണ് മൂപ്പറിന്റെ ജാറും പള്ളിവാസലും അവിടെ ഉണ്ട്. അത് ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, അവിടെ ജാർത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2-3 പ്രാവശ്യം അവിടെ പോയിട്ട് ജാർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശക്തിയാണ് നമുക്കിവിടെ എല്ലാ നമ്മുടെ തമിഴ്നാട് ബോർഡറിൽ പറയുമ്പോൾ ഈ ലോറിക്കാരൊക്കെ വന്ന് പൈസ വിടും അതൊക്കെ ആക്സിഡന്റ് ആകാതിരിക്കാനൊക്കെ. അതൊക്കെ നടക്കാറുണ്ടോ അവിടെ? യാത്രക്ക് പോകുന്ന ആളുകളൊക്കെ വന്ന് തുറന്നിട്ട് അപകടം പറ്റണ്ട എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുമല്ലോ? അത് നല്ല വിശ്വാസികളാണ് എല്ലാവരും. കോളി വണ്ടിക്കാരും എല്ലാ ബിസിനസ്സുകാരും ഇവിടെ വന്ന് നിർത്തുക, കുണ്ടിയിൽ പൈസ ഇട്ടിട്ട് ദുആ ചെയ്തിട്ട് പോകും. കാര്യങ്ങൾ ഭംഗിയായി നടക്കുമല്ലോ. അവരുടെ വിശ്വാസത്തിൽ അവരെന്ത് വിചാരിച്ചിട്ടുണ്ടോ അത് കാര്യമായിട്ട് നടക്കും. പിന്നെ ഇവിടെ വന്നിട്ട് പല ജാതിക്കാരും വരുന്നുണ്ട്. അവർക്കും വിശ്വാസം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ജാതി മതം ഭേദം ഇല്ലാതെ നടന്നിട്ടൊക്കെയാണ്. ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്ന റൂട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇങ്ങോട്ട്? പാലക്കാട് നിന്ന് വരുന്ന ആളുകൾക്ക് മെയിൻ റൂട്ട്? പാലക്കാട് മെയിൻ റൂട്ട് പറഞ്ഞാൽ ഇത് വന്ന് തമിഴ്നാട് ബോർഡറാണ് ഈ സൈഡ്. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ കോവാൾ വരും. അതിന് കഴിഞ്ഞാൽ പൊള്ളാച്ചി. പാലക്കാടുകാരൻ ഈ വഴി ഇങ്ങനെ പടിഞ്ഞാറ് ആളുകൾക്ക് എങ്ങോട്ട് വഴി എങ്ങനെയാണ്? അവർക്ക് വഴി വന്നിട്ട് നമുക്ക് പാറ വഴി, പാലക്കാട് പാറ വഴി പിടിച്ചിട്ട് നേരായിട്ട് വരാം. പിന്നെ ചിറ്റൂർ വഴിക്ക് വരുന്നവർ തത്തമംഗലം, പുതുനഗരം, ചിറ്റൂർ, നാട്ടുകല്ല് വഴിക്ക് കൊഴിഞ്ഞാമ്പറ ഇവിടെ വരാം. അതേപോലെ ഈ വഴിക്ക് വരും, നടുപ്പുള്ളി വഴിക്ക് വന്നാലും ഇവിടെ ഇതൊരു സെൻറ്ററാണ്. അപ്പോൾ നമ്മുടെ കൊഴിഞ്ഞാമ്പാറന്ന് ഒരു 100 മീറ്റർ, ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 മീറ്റർ അടുത്താണ് ഈ ദർഗ സ്ഥിതി ചെയ്യും. അതെ അല്ലേ? 100 മീറ്റർ. പഴയ ജനറേഷൻ, പഴയ നമ്മുടെ ഉപ്പപ്പന്മാർ, നമ്മുടെ പഴയ കാരണവന്മാരല്ല, അവരൊക്കെ പിടിച്ച് നിർത്തിയിട്ട്
ഈ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് വന്ന് അതേ ഇപ്പോഴത്തെ ജനറേഷൻ അതേ ഫോളോ ചെയ്തിട്ട് ഉറൂസൊക്കെ റാത്തായി നടത്തുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ അടുത്താണ് ഇവിടെ ബസ് ഇറങ്ങിയാലും അടുത്താണ്. ആ ബസ് സ്റ്റാൻഡിൽ നടന്നു വരാൻ ദൂരം 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ ഏറുവാടി പോണ റൂട്ടുമാണ്, ഏറുവാടി പോണ പഴനി ഒക്കെ പോണ റൂട്ടുമാണ്. പഴനി റൂട്ടുമാണ്. പല ജാതിക്കാർ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട്. ഉറൂസ് ഏത് മാസം നടക്കാറ്? ഉറൂസ് ഇവിടുത്തെ ഉറുസ് കൊല്ലം തുൽഹജ്ജ് ബക്രീത്ത് അതിന് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് 3 പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും. അതെ, 3 പെരുന്നാൾ കഴിഞ്ഞിട്ട് അതെ. അപ്പോൾ ഇവിടെ വന്നിട്ട് മറ്റേ മകളൂർ റാത്തിപ്പൊക്കെ ഉണ്ടാകും. അതും നടത്തിയ ശേഷം പിറകെ ഒരു ചന്ദന ഉറുസ് പറഞ്ഞ ഇതിൽ കുറച്ച് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കൊള്ളത്തിന്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ ബലി പെരുന്നാൾ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് 3 പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഉറൂസ് നടത്തും. പള്ളി ഉസ്താദ്മാർ കമ്മിറ്റി വന്നിട്ട് മൂല് തോതിയിട്ട് പിരിച്ചു കൊടുക്കും അല്ലേ? ശരി, എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തി. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സാദിഖ് ഭാഷ. മാഷാ. ഇത് തന്നെ നിങ്ങളുടെ വീടും കട ഇതൊക്കെ തൊട്ടടുത്താണ്. ആയിക്കോട്ടെ. അത് കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നേരിട്ട് കാണാനുള്ള അല്ലാതെ കാലം നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പാപ്പൻ്റെ ബർക്കത്ത് നിങ്ങൾക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകും അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇവിടെ ഇതെല്ലാം സ്വീകരിക്കട്ടെ, റാഹത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.